നമസ്കാരം. പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുകയാണ് എന്നാണ് പൊതുവായിട്ടുള്ളൊരു ധാരണ. ഇറാൻ വിജയിച്ചു എന്ന് ചിലർ, ഇസ്രായേൽ വിജയിച്ചു എന്ന് ചിലർ, അമേരിക്ക വിജയിച്ചു എന്ന് ട്രംപ്, പുള്ളിയല്ലാതെ വേറെ ആരും അത് പറയുന്നില്ല. അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ മധ്യസ്ഥത കാരണമാണ് ഇത്തരത്തിലൊരു സമാധാനം പശ്ചിമേഷ്യയിൽ സാധ്യമായതെന്ന് ഭാരതത്തിലെ ചില നവലിബറലുകളും ജിഹാദി മാധ്യമങ്ങളും, ഭാരതം വിശ്വഗുരു ആണെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു സമാധാന ശ്രമത്തിന് ഭാരതം മുൻകൈ എടുത്തില്ല എന്ന് ചിലർ, അത്തരത്തിലുള്ള വിവിധ വാദപ്രതിവാദങ്ങൾ, അവകാശവാദങ്ങളെല്ലാം ഇതിനെ സംബന്ധിച്ച് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഒരു വ്യത്യസ്തമായ അഭിപ്രായമാണ് ഇത് സംബന്ധിച്ച് എനിക്കുള്ളതും ചില രാഷ്ട്രീയ നിരീക്ഷകർക്കും ഈ ഭൂരാഷ്ട്രത്തെ കുറച്ചുകൂടി ഒരു സൈനികപരമായിട്ടും ചരിത്രപരമായിട്ടും നിരീക്ഷിക്കുന്ന വിദഗ്ധർക്കുമുള്ളത്. ഞാൻ ആ വിദഗ്ധരുടെ കൂട്ടത്തിലുള്ളയാളാണ് എന്നല്ല പറയുന്നത്. ഞാൻ ആ വിദഗ്ധരുടെ പഠനങ്ങളും അഭിപ്രായങ്ങളും ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അത് സംബന്ധിച്ച് എൻ്റെ ഒരു ചിന്താഗതിയുമായി അവരുടെ ഒരു അഭിപ്രായങ്ങൾ ഏകീകരിക്കപ്പെടുന്നത് കണ്ടുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു ആശയം ഞാൻ അവതരിപ്പിക്കുന്നത്. ഇതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റുകളിലൂടെ അറിയിക്കുക. അപ്പോൾ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വെടിനിർത്തൽ എന്ന് പറയുന്നത് ഒരു ചതിയാണ്. അത് എത്തരത്തിലുള്ള ചതിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഈ വെടിനിർത്തൽ ശാശ്വതമാണോ, വീണ്ടും യുദ്ധം തുടങ്ങുമോ, അതറിയില്ല. പക്ഷേ ഈ വെടിനിർത്തലിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഏതാണ്ട് 15 വ്യവസ്ഥകളോ 10 വ്യവസ്ഥകളോ പറഞ്ഞ് അമേരിക്ക അംഗീകരിച്ചു, അവയെല്ലാം അംഗീകരിച്ചു എന്ന് അവകാശപ്പെടുന്നു. അമേരിക്കയുടെ 15 വ്യവസ്ഥകൾ ഇറാൻ അംഗീകരിച്ചു. ഹോർമൂസിൽ ഞങ്ങൾ ഒരുമിച്ച് ടോൾ പിരിവ് തുടങ്ങുമെന്ന തരത്തിലുള്ള അവകാശവാദങ്ങൾ ട്രംപ് നടത്തുന്നു. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. ഒരെണ്ണം ഒഴികെ, ഇറാൻ്റെ പുനർനിർമ്മാണം അമേരിക്കയുടെയും ജൂതന്മാരുടെയും കമ്പനികൾ ഏറ്റെടുക്കുക എന്നുള്ളൊരു വ്യവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. അതിൻ്റെ പണം ഇറാനിൽ നിന്ന് തന്നെ അവരുടെ എണ്ണ വിറ്റ് അവർ ഈടാക്കുകയും ചെയ്യും. അതിനുള്ള സാധ്യത ഭാവിയിൽ, അതായത് സമീപ ഭാവിയിലോ അല്ലെങ്കിൽ ഒരു 1-1.5 വർഷത്തിനുള്ളിലോ തെളിഞ്ഞു വന്നേക്കാം. അതൊഴികെ മറ്റൊന്നും നടക്കുവാൻ പോകുന്നില്ല ഇപ്പോൾ പറയുന്ന രീതിയിൽ. പക്ഷേ ഈ ഒരു വെടിനിർത്തൽ കരാറിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം ഒന്ന് പരിശോധിക്കാനാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഈ കരാറിൻ്റെ ഓരോ വ്യവസ്ഥയും എടുത്ത് അതിനെ ഇഴകീറി പരിശോധിച്ച് അതിൻ്റെ സാധ്യതകളും അസാധ്യതകളും ഒക്കെ പരിശോധിക്കുകയല്ല ഉദ്ദേശം. ഈ കരാറിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം, കാരണം ഒരു ഇസ്ലാമിക ശക്തി ഇസ്ലാമിൻ്റെ ജനനം മുതലുള്ള കാലത്ത് ഒരു യുദ്ധത്തിലേർപ്പെട്ടാൽ ഈ സന്ധി എന്നുള്ളതൊരു പ്രധാന യുദ്ധതന്ത്രമാണ്. കാരണം ഹുദൈബിയ സന്ധി എന്നൊരു സന്ധിയുണ്ട്. ഇസ്ലാമിൻ്റെ പ്രവാചകനെന്ന് അവർ വിശ്വസിക്കുന്ന മുഹമ്മദ് മക്കയിൽ നിന്ന് പലായനം ചെയ്ത് മദീനയിൽ അഭയം തേടി ഇടയ്ക്കിടയ്ക്ക് മക്കയിലേക്ക് പോകുന്ന യാത്രാ സംഘങ്ങളെ, കച്ചവട സംഘങ്ങളെ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ തുടർന്ന് മക്ക അവരുടേതായിട്ടുള്ളൊരു സൈന്യം അല്ലെങ്കിൽ അവരുടെ ഈ ഒരു വ്യാപാര സംരക്ഷണ സേന ഉണ്ടാക്കുകയും ആ സേനയിൽ നിന്ന് തുടരെ തിരിച്ചടികൾ നേരിട്ടതിനെ തുടർന്ന് മക്കയിലേക്ക് തീർത്ഥയാത്ര നടത്തുവാനെന്നുള്ള ഭാവത്തിൽ അതിനു വേണ്ടി ഒരു സന്ധി ഉണ്ടാക്കി. ഒരു 10 വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു സന്ധി, അതിനെയാണ് ഈ ഹുദൈബിയ സന്ധി എന്ന് പറയുന്നത്. ആ സന്ധിയുടെ പല വ്യവസ്ഥകളും ഉണ്ടായിരുന്നു. അതിൻ്റെ വ്യവസ്ഥകൾ പരിശോധിക്കേണ്ട കാര്യമില്ല. ആ സന്ധിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ സന്ധി എന്തിനു ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ്. മക്കയിലെ ഖുറൈഷികളായിരുന്നു, മുഹമ്മദിൻ്റെ തന്നെ ഗോത്രമെന്ന് പറയപ്പെടുന്ന ഖുറൈഷികളായിരുന്നു മക്കയിലെ ഏറ്റവും പ്രമുഖമായ ഗോത്രം. മക്കയുടെ ഏതാണ്ട് പൂർണ്ണമായ നിയന്ത്രണം അവരുടെ കയ്യിലായിരുന്നു എന്ന് തന്നെ പറയാം. അവരുമായി മുഹമ്മദ് ഒരു സന്ധിയിൽ ഏർപ്പെട്ടപ്പോൾ മുഹമ്മദിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമായിരുന്നു. അടുത്ത ഒരു 10 വർഷങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട്, ഈ 10 വർഷങ്ങളെന്ന് ഖുറൈഷികൾ തങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഖുറൈഷികളെ കൊണ്ട് തന്ത്രപൂർവ്വം അനുവദിപ്പിച്ചെടുത്ത സമയം ഉപയോഗിച്ച് സ്വന്തം ശക്തി വർദ്ധിപ്പിക്കുക. ആ സമയത്ത് മുഹമ്മദ് ചെയ്തത് സൈനിക ശക്തി കൂട്ടി മക്കയിൽ നിന്ന് പുറത്തേക്കുള്ള, അതായത് മദീനയിൽ നിന്ന് പുറത്തേക്കുള്ള ഔട്ട്വേർഡ്, മദീന ഇതാണെങ്കിൽ ഇവിടെ ഒരു പോയിന്റിലാണെങ്കിൽ മക്ക ഇങ്ങോട്ടാണെന്ന് കരുതുക, ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള മക്കയുടെ എതിർവശത്തേക്കുള്ള ചെറിയ ഗോത്രങ്ങളെല്ലാം ആക്രമിച്ച്, പ്രത്യേകിച്ച് ജൂതഗോത്രങ്ങളെല്ലാം ആക്രമിച്ച് കീഴടക്കി അവരുടെ സമ്പത്തുകളെല്ലാം കൈക്കലാക്കി അനുദിനം മുഹമ്മദിൻ്റെ ശക്തി വർദ്ധിച്ചു വരികയും ഒടുവിൽ ഈ നേരത്തെ പറഞ്ഞ കച്ചവട യാത്രക്കാരുണ്ടല്ലോ അവരുടെ സഞ്ചാരവീഥികളെല്ലാം ഏതാണ്ട് നിയന്ത്രണത്തിലാകുന്നൊരവസ്ഥയും എത്തി. അതിനുശേഷം ആ ശക്തി പൂർണ്ണമായതിന് ശേഷം, അല്ലെങ്കിൽ ആവശ്യത്തിന് ശക്തിയായെന്ന് മുഹമ്മദിന് ഉറപ്പ് വന്നതിന് ശേഷം മക്കക്കാർ കരാർ ലംഘിച്ചു എന്നുള്ള ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തി. ഏകപക്ഷീയമായി മക്ക പിടിച്ചെടുത്തു. ഒരു രക്തരഹിത ആക്രമണത്തിലൂടെ മക്കക്കാർ കീഴടങ്ങി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും മുഹമ്മദിൻ്റെ സൈനിക ശക്തി അത്രത്തോളം വർദ്ധിച്ചിരുന്നു. ഇതാണ് ഹുദൈബിയ സന്ധിയുടെ ഒരു ഹ്രസ്വമായ പശ്ചാത്തലവും അല്ലെങ്കിൽ ഒരു രീതിയും.
ഈ സന്ധിയുടെ രീതി കാലാകാലത്ത് ഇസ്ലാമിക ശക്തികൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. അവരുടെ ഭാഗം ദുർബലമാണ്, സൈനികമായിട്ടോ അല്ലെങ്കിൽ നയതന്ത്രപരമായിട്ടോ ദുർബലമാണെന്നുള്ളൊരു തോന്നലുണ്ടാകുമ്പോൾ അവർ സന്ധിയുടെ പ്രസ്താവന മുന്നോട്ട് വയ്ക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ വരുന്ന സന്ധിയുടെ പ്രസ്താവനയെ അവർ സ്വീകരിച്ച് ഒരു 10 കൊല്ലം അല്ലെങ്കിൽ 12 കൊല്ലങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു സന്ധിയായിരിക്കണം ഇത്. ചരിത്ര പശ്ചാത്തലം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നത് പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ PLO തുടങ്ങിയിട്ടുള്ള ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾ ഇസ്രായേലുമായിട്ട് ഇത്തരത്തിലുള്ള സന്ധികൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അവർക്ക് ശേഷം ഹമാസ് ശക്തമായ തിരിച്ചടികൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് എപ്പോഴൊക്കെ ലഭിക്കുന്നു അപ്പോഴൊക്കെ ഒരു 12 കൊല്ലത്തേക്ക് നമുക്ക് രണ്ടുപേർക്കും സമാധാനം, എല്ലാവർക്കും മതിയായല്ലോ, അത്തരത്തിലുള്ളൊരു തന്ത്രങ്ങൾ ഇവർ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഇപ്പുറത്തുള്ള ജൂതന്മാരുടെ കാര്യത്തിൽ അവർക്ക് ഈ ചരിത്രപരമായിട്ടുള്ള ഈ സന്ധിയെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുണ്ടായിരുന്നതുകൊണ്ട് 1 or 2 അബദ്ധങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഒരിക്കലും അതിന് വഴങ്ങിക്കൊടുത്തില്ല. 12 കൊല്ലത്തേക്കുള്ള സന്ധി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സന്ധിയുമില്ല, നിൻ്റെ പുക കണ്ടേ ഞങ്ങൾ അടങ്ങൂ എന്നുള്ള രീതിയിൽ ജൂതന്മാർ ഇവരെ കൈകാര്യം ചെയ്തിരുന്നു. ഹമാസിനെ ആകട്ടെ, അതിനു മുൻപ് PLO ആകട്ടെ, അപ്പുറത്ത് കിടക്കുന്ന ഹിസ്ബുള്ളയോ ഹൂത്തികളെ ആരെയാണെങ്കിലും അവരിത്തരത്തിൽ അടിച്ച് നശിപ്പിച്ച് അവരുടെ ഒരു ലക്ഷ്യം, ആ ഒരു പ്രത്യേക ആക്രമണത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു, അത് തുടങ്ങിയതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു, അത് പൂർണ്ണമായും പൂർത്തീകരിക്കുക അല്ലെങ്കിൽ ഏതാണ്ട് ഏറെക്കുറെ മുഴുവനായി പൂർത്തീകരിക്കുകയോ ചെയ്യുന്നതുവരെ അവർ ആക്രമണം തുടരുക എന്നുള്ളൊരു നടപടിക്രമം ജൂതന്മാർ അനുവർത്തിച്ച് വന്നിരുന്നു. അതേ തുടർന്ന് ലോകവും ഇത് മനസ്സിലാക്കി തുടങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ വെടിനിർത്തലിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പശ്ചിമേഷ്യയിൽ അല്ലെങ്കിൽ മധ്യപൂർവേഷ്യയിൽ നടപ്പാക്കപ്പെട്ടിരിക്കുന്ന വെടിനിർത്തലിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ആ കരാറിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുവാനെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പോൾ ഈ ഹുദൈബിയ സന്ധിയുടെ ചതി തിരികെ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ മേൽ ഉപയോഗിക്കപ്പെടുകയാണോ എന്നുള്ള സംശയം ബലമായിട്ട് ചില രാഷ്ട്രീയ നിരീക്ഷകരുടെയെങ്കിലും അല്ലെങ്കിൽ ചില സൈനിക വിദഗ്ധരുടെയെങ്കിലും മനസ്സിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ട്രംപിൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു നീക്കമായിരിക്കില്ല. കാരണം ട്രംപ് ഈ അടുത്തിടെയായിട്ട് ബുദ്ധിപരമായിട്ടുള്ള എന്തെങ്കിലും നീക്കങ്ങൾ നടത്തുന്നത് വളരെ കുറവാണ്, ഏതാണ്ട് ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ അമേരിക്കയുടെ സൈനിക വൃത്തങ്ങൾ, അവരുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ എന്ന ഒരു ശക്തി ട്രംപിൻ്റെ പിന്നിൽ അണിനിരന്നിട്ടുണ്ട്. അതിൽ തന്നെ തലവന്മാരെ, പെൻറ്റഗൻ്റെ തലവനെയൊക്കെ ഈ അടുത്ത കാലത്ത് പുറത്താക്കി. എന്നിരുന്നാൽ പോലും കാതുകുത്തിയവൻ പോയാൽ കടുക്കനിട്ടവൻ വരുമെന്ന് പറഞ്ഞതുപോലെ അവിടുത്തെ ഈ ഒരു സൈനിക ശക്തിയേക്കാളും രഹസ്യാന്വേഷണ ഏജൻസികളുടെ മേൽത്തട്ട് വളരെ പ്രഗത്ഭന്മാരാൽ സമ്പന്നമാണ് അമേരിക്കയെ സംബന്ധിച്ച്. മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചല്ല, അമേരിക്കയെ സംബന്ധിച്ച്. അത്തരത്തിലുള്ള ആളുകളുടെ ഒരു ഉപദേശം ഇത്തരത്തിലുള്ളൊരു വെടിനിർത്തൽ കരാറിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇസ്രായേൽ തുടങ്ങിയ ഈ യുദ്ധത്തിലേക്ക് അമേരിക്ക വലിച്ചിഴക്കപ്പെട്ടതിന് ശേഷം ട്രംപിൻ്റെ പ്രസ്താവനകളെല്ലാം മാറ്റിവെച്ചാൽ തന്നെ വളരെ കുഴഞ്ഞു മറിഞ്ഞൊരു തലത്തിലേക്കായിരുന്നു ഈ യുദ്ധം നീങ്ങിക്കൊണ്ടിരുന്നത്. കാരണം കരയുദ്ധം എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് ഇസ്രായേലിനും അമേരിക്കയ്ക്കും കടക്കേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അത്രത്തോളം പോകുമെന്ന് ഇവരാരും പ്രതീക്ഷിച്ചിരുന്നിരിക്കില്ല. കാരണം ഇറാനിലൊരു കരയുദ്ധം എന്നുള്ളത് അഫ്ഗാനിസ്ഥാൻ പോലെ ഒരു നീണ്ട കാലത്തേക്കുള്ള യുദ്ധമായി പരിണമിക്കുവാനുള്ള സാധ്യതകൾ വളരെയേറെയായിരുന്നു. ഒരു പക്ഷേ അതിലുമേറെ. കാരണം അഫ്ഗാനിസ്ഥാനേക്കാളും ഏതാണ്ട് അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ അഫ്ഗാൻ പോലുള്ള ഭൂപ്രകൃതികളും ഇറാനിലുണ്ട്. അതിലും കുഴഞ്ഞു മറിഞ്ഞ വളരെ ദുർഘടമായ വിഭാഗങ്ങളും ഇറാനിലുണ്ട്. അതുപോലെ തന്നെ ഇറാൻ്റെ സൈനിക ശക്തി, ആളുകളുടെ എണ്ണം വളരെ അധികമാണ്. അവർ 1 കോടി സൈന്യമുണ്ട് എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു പകുതിയുടെ പകുതിയോ ഉണ്ടെങ്കിൽ തന്നെ ഒരു 2.5 ലക്ഷം ആളുകൾ തന്നെ സൈനികമായിട്ട്, ഒരു ചെറിയ കൈത്തോക്കുമായിട്ടൊരു 2.5 ലക്ഷം ആളുകളുടെ ഒരു പകുതി വിഭാഗം എതിർക്കുവാൻ തുനിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു ഭൂപ്രദേശത്ത് കരയുദ്ധം ദുർഘടമാകും. അല്ലെങ്കിൽ ഈ കാർപ്പറ്റ് ബോംബിംഗ് തുടങ്ങിയ ഒരു വളരെ കടുത്ത നടപടികളിലേക്ക് നീങ്ങേണ്ടി വരും. ഇറാഖിലൊക്കെ ചെയ്തതുപോലെ അവസാന കാലഘട്ടത്തിൽ. അത് യുദ്ധത്തിൻ്റെ സമയത്തല്ല, അതിനുശേഷമുള്ള യുദ്ധകുറ്റകൃത്യം തന്നെയായിട്ട് അമേരിക്ക ചെയ്തൊരു കാര്യമാണ്. പക്ഷേ അതുപോലുള്ള എന്തെങ്കിലും കടുത്ത നടപടികളിലേക്ക് പോകേണ്ടി വരും. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു തരത്തിൽ ആണവായുധ ഭീഷണി നിലനിന്നിട്ടുണ്ടെങ്കിൽ, ആണവായുധം ഇറാൻ്റെ കയ്യിൽ ഉണ്ടെന്നുള്ളതല്ല, ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ഭ്രാന്തൻ ഇവരുടെ ഒരു യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റോ എന്തെങ്കിലും ഒരെണ്ണത്തിന് എന്തെങ്കിലും ഒരു അപകടം വരുത്തി പോകുന്നെങ്കിൽ എല്ലാം കൂടി പോട്ടെ എന്നങ്ങ് തീരുമാനിച്ചാൽ ആണവ വികിരണം ആ പ്രദേശം മുഴുവൻ നശിപ്പിക്കും. അത്തരത്തിലുള്ള നിരവധി അപകടങ്ങൾ ഇത് സംബന്ധിച്ച് ഉണ്ടായി വന്നേക്കാം എന്നുള്ളൊരു ധാരണ വ്യക്തമായി സൈനിക വിദഗ്ധർക്കുണ്ട്. ഇറാൻ്റെ ഭാഗത്തു നിന്നല്ല, ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും. അതുകൊണ്ട് തന്നെയാണ് താൽക്കാലികമായിട്ടുള്ളൊരു കരാറിലേക്ക് നീങ്ങുവാൻ അവർ തയ്യാറായത്. ഇതിൽ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇസ്രായേൽ സജീവമായി ഈ കരാറിൽ പങ്കെടുക്കുന്നില്ല.
വെടി നിർത്താമെന്നോ വെടി നിർത്തിയെന്നോ വെടി നിർത്തില്ലെന്നോ ഒന്നും കൃത്യമായിട്ട് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സൂചന ഉണ്ടായിട്ടില്ല. ആകെ അവർ പറഞ്ഞിട്ടുള്ളത് ലെബനൻ ഈ കരാറിൽ ഉൾപ്പെട്ടിട്ടില്ലല്ലോ അല്ലേ അടിയടാവിനെ എന്നുള്ള രീതിയിൽ ലെബനനെ തൂത്തുവാരിയിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ മുന്നറിയിപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ട്രംപ് ഇതാ വീണ്ടും മുരണ്ടു തുടങ്ങി. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ആക്രമണം നടത്തിയാൽ, ഹോർമൂസ് അടച്ചാൽ വീണ്ടും വാതിലുകൾ ഞാൻ തുറക്കും തുടങ്ങിയ ഭീഷണികളുമായിട്ട് ട്രംപ് ഇപ്പോഴും രംഗത്തുണ്ട്. പക്ഷേ ട്രംപിനെ ഇപ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരിട്ട് ഇസ്രായേലും ഇറാനും തമ്മിലാണ് മുട്ടുന്നത്. അങ്ങനെ തന്നെയായിരുന്നു കാര്യങ്ങൾ. ട്രംപ് ഇതിൻ്റെ ഇടയിലേക്ക് വലിച്ചിഴക്കപ്പെട്ടതാണ്. ഇസ്രായേൽ വലിച്ചിഴച്ച് കൊണ്ടുവന്നതാണ് ട്രംപിനെ. ട്രംപ് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും തലയൂരിയാൽ മതി എന്നാണ്. പക്ഷേ ഈ തലയൂരുന്നതിന് ട്രംപിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു പ്രശ്നം അവിടെ കിടപ്പുണ്ട്. ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഈ മിഡ്ടേം തിരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടാൽ ഒരുപക്ഷെ ട്രംപ് ഇംപീച്ച് ചെയ്യപ്പെട്ട് പുറത്തു പോകാനുള്ള, നേരത്തെ ചെയ്യപ്പെട്ട ഇംപീച്ച്മെൻറ്റ് പോലെ അല്ല, സെനറ്റിലും കോൺഗ്രസ്സിലും ഒരേപോലെ ഏതാണ്ടൊരു 50-50 ഭൂരിപക്ഷം ഡെമോക്രാറ്റുകൾക്കും റിപ്പബ്ലിക്കുകൾക്കും ഉണ്ടായാൽ പോലും ഒരുപക്ഷെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന്, ട്രംപിൻ്റെ പാർട്ടിയിൽ നിന്ന് തന്നെ ആളുകൾ മറുകണ്ഠം ചാടി ട്രംപിനെ എടുത്ത് പുറത്ത് കളയുവാനുള്ള സാധ്യതകൾ ഇപ്പോൾ വളരെ കൃത്യമായി തെളിഞ്ഞു വരുന്നുണ്ട് അമേരിക്കയിൽ. അങ്ങനെ നടക്കുമെന്നല്ല പറയുന്നത്, നടന്നേക്കുവാനുള്ള സാധ്യതകളുണ്ട്. ആ ഒരു അപകടം ട്രംപിനറിയാം. മറ്റെന്ത് വിഡ്ഢിത്തം അദ്ദേഹം കാണിച്ചാലും സ്വന്തം തടി നോക്കുവാൻ അദ്ദേഹത്തിന് ഇപ്പോഴും അറിയാം. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് തലയൂരി താനിതിൽ വിജയിച്ചു എന്നുള്ളൊരു പ്രതിച്ഛായ അമേരിക്കൻ ജനതയുടെ ഇടയിൽ സൃഷ്ടിക്കണമെന്നുള്ളൊരു വെപ്രാളത്തിലാണ് അദ്ദേഹം നടക്കുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. പക്ഷേ ഇപ്പോൾ മധ്യപൂർവ്വ ഏഷ്യയിലേക്ക് തിരിച്ചു വന്നാൽ ഇസ്രായേലും ഇറാനും ഇസ്രായേലിനെ സംബന്ധിച്ച് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഇറാൻ എന്നുള്ള രാജ്യം. കാരണം അവരെ ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു ഭരണകൂടമാണ്. നിരന്തരം പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഡൂംസ്ഡേ ക്ലോക്ക്, ഇസ്രായേലിൻ്റെ നാശം ദാ ഇന്ന ദിവസം എന്ന് പ്രവചിക്കുവാൻ വേണ്ടി ഒരു ഡൂംസ്ഡേ ക്ലോക്ക് തന്നെ സ്ഥാപിച്ചിട്ടുള്ള ഒരു ഭരണകൂടമാണ് ഇറാനിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണ് ഇറാൻ. ഇനി ഈ ചതുരംഗക്കളത്തിലുള്ള മറ്റ് കളിക്കാർ, അത് റഷ്യയാകട്ടെ, ചൈനയാകട്ടെ, നോർത്ത് കൊറിയ ആകട്ടെ, നോർത്ത് കൊറിയ എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുമണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് ഭാരതത്തിലൊക്കെ അല്ലെങ്കിൽ ലോകത്തുള്ള പലരും തമാശയായിട്ടാണെങ്കിലും കുറച്ചൊക്കെ കാര്യമായിട്ടാണെങ്കിലും നോർത്ത് കൊറിയയിലെ കിം ജോങ് ഉന്നിനെ ആരും ഈ യുദ്ധത്തിൽ കളിക്കാൻ വിളിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ട്. ആണവായുധ യുദ്ധം നടന്നു കഴിഞ്ഞാൽ കിം ജോങ് ഉൻ ഇറങ്ങും, വലിയ മിസൈലുമായിട്ട് വരും, അത് തലയിൽ ചുമന്ന് കൊണ്ടുവന്ന് അമേരിക്കയിലേക്ക് എറിയും, അടുത്തത് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇസ്രായേലിലേക്ക് എറിയും. ഒന്നും നടക്കാൻ പോകുന്നില്ല. അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ദക്ഷിണ കൊറിയ, ഉത്തര കൊറിയ, ഇതിൽ ഈ നോർത്ത് കൊറിയ എന്ന് പറയുന്നത് ഉത്തര കൊറിയ ആണല്ലോ. അതിൻ്റെ അടുത്ത് കിടക്കുന്ന ദക്ഷിണ കൊറിയ ഏറെക്കുറെ അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യമാണ്. അല്ലെങ്കിൽ ട്രംപ് പലപ്പോഴും കാനഡ 51ാമത്തെ അമേരിക്കൻ സംസ്ഥാനമാണ് എന്ന് പറയുന്ന പോലെ അമേരിക്കയുടെ ഒരു സംസ്ഥാനമാണ് എന്ന് തന്നെ കരുതിക്കുള്ളൂ. അതിൻ്റെ മുകളിൽ കൂടി വല്ലപ്പോഴുമൊക്കെ വെടിയുണ്ടയില്ലാത്ത അല്ലെങ്കിൽ വെടിമരുന്ന് നിറയ്ക്കാത്ത കാലി മിസൈലുകൾ അയക്കുന്നതല്ലാതെ ഇന്നോളം ദക്ഷിണ കൊറിയയുടെ മേൽ ഒരാക്രമണം പോലും നടത്തുവാൻ ഉത്തര കൊറിയ തയ്യാറായിട്ടില്ല. പക്ഷേ ചരിത്രപരമായിട്ട് ദക്ഷിണ കൊറിയക്കാർ എന്ന് പറഞ്ഞാൽ അവന്മാരെ എല്ലാം കൂട്ടിയിട്ട് ജൂതന്മാരെ ഹിറ്റ്ലർ എങ്ങനെ കൈകാര്യം ചെയ്തോ അതുപോലെ കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതാണ് കിം ജോങ് ഉന്നും അദ്ദേഹത്തിൻ്റെ പൂർവികരും. ഒരു മിസൈൽ പോയിട്ട് ഒരു വെടിയുണ്ട പോലും അനധികൃതമായി അപ്പുറത്തേക്ക് കിം ജോങ് ഉൻ ഇതുവരെ അയച്ചിട്ടില്ല എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഉത്തര കൊറിയയിൽ നിന്ന് പലപ്പോഴും ആളുകൾ വിരളമായിട്ടേ ഉള്ളൂ. കാരണം അവിടുത്തെ ഒരു അയൺ കർട്ടനാണ്, അവിടുന്ന് അത് ഒരു ഇരുമ്പ് മറയാണ്, അത് ഭേദിച്ച് അകത്തുള്ള ആൾക്കാർക്ക് പുറത്ത് ചാടുക അത്ര എളുപ്പമല്ല. എന്നാൽ പോലും വളരെ അപൂർവമായ ആളുകൾ ചാടിപ്പുറപ്പെട്ട് ആദ്യം എത്തുന്നത് ദക്ഷിണ കൊറിയയിലാണ് അഭയം തേടി. അവിടെ നിന്നാണ് അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെട്ടു പോകുന്നതവർ പലരും, നടന്മാരും നടിമാരും ഉൾപ്പെടെ. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ പോലും കിം ജോങ് ഉൻ ആരെങ്കിലും ഒരുത്തനെ, അതിന് കാരണമായ ഒരുത്തനെ പിടിച്ച് സ്റ്റേഡിയത്തിൽ കൊണ്ടുവന്നിട്ട് വെടിവെച്ച് കൊല്ലുമെന്നുള്ളതല്ലാതെ ദക്ഷിണ കൊറിയയ്ക്ക് നേരെ ഒരു വെടിയുണ്ട പോലും പായിക്കാൻ ഇതുവരെ കിം ജോങ് ഉൻ മുതിർന്നിട്ടില്ല. അതുകൊണ്ട് കിം ജോങ് ഉൻ ഒരു വലിയ കിം ജോങ് ഉന്നാണ് എന്നുള്ളൊരു പൊതുധാരണ, ഈ അനാവശ്യമായിട്ടുള്ളൊരു നായകവൽക്കരണമുണ്ടല്ലോ, അത് വെറുതെ ഒരു ബാലിശമായിട്ടുള്ള കാര്യമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. കാരണം കിം ജോങ് ഉന്നിന് ഇതിൻ്റെ അകത്തൊന്നും ചെയ്യാനില്ല. ഇടയ്ക്കിടയ്ക്കിരുന്ന് ഈ എർദോഗൻ ഉണ്ടല്ലോ, തുർക്കിയിൽ എർദോഗൻ, അവിടെ പ്രശ്നം നടക്കുമ്പോൾ മ്യാൻമറിലേക്ക് ഞാനിതാ എൻ്റെ കപ്പലുകളെ വിടും, ഇന്ത്യക്കാരോടനെ ചോദിക്കും, ഡേ ഏത് മ്യാൻമറുടെ, ഇന്ത്യൻ മഹാസമുദ്രം കടന്നു വരേണ്ട മ്യാൻമറോ, ഞങ്ങളോട് പറയാതെ ഇല്ലല്ല ഞാനങ്ങനെ ഒന്നും വിടുന്നില്ല എന്ന് പറയില്ല. പക്ഷേ പിന്നെ എനക്കൊന്നും കാണില്ല. പാകിസ്ഥാനെ തൊട്ടാൽ ഇതാ ഇപ്പം നിരത്തി കളയും, രഹസ്യമായിട്ടൊരു 10 ഡ്രോൺ കൊടുക്കുമെന്നുള്ളതല്ലാതെ
ഒരു സൈനിക ശക്തിയും എർദോഗൻ അയക്കാൻ പോകുന്നില്ല. വലിയൊരു എർദോഗനാണ് ആ ചെറിയ ഉരുണ്ട കിം ജോ ഉൻ. അതുകൊണ്ട് ഈ ചതുരംഗ കളത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രസക്തമായ കളിക്കാരനല്ല കിം ജോങ് ഉൻ. പക്ഷേ ചൈനയും റഷ്യയും അങ്ങനെയല്ല. കാരണം ചൈനയുടെ ഒരു സാമ്പത്തിക സ്ഥിതി തന്നെ ഇറാനിൽ നിന്നുള്ള എണ്ണയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിൻ്റെ നിയന്ത്രണം അമേരിക്കയുടെ കൈകളിലേക്ക് പൂർണ്ണമായി പോകുന്നത് ചൈനയ്ക്ക് ഇഷ്ടമാകില്ല. പക്ഷേ അമേരിക്കയ്ക്ക് അവിടെ ഒരു വഴി തുറന്ന് കിടപ്പുണ്ട്. ചൈനയുമായി ഒരു സഹകരണത്തിലെത്തുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ തരാമെന്നുള്ളത്. ചൈന അവൻ്റെ പ്രയോജനപ്രദമായിട്ടുള്ള എന്തെങ്കിലും ഒരു വ്യവസ്ഥ എവിടെയെങ്കിലും കണ്ടാൽ അതിൽ ചാടിപ്പിടിച്ച് കൂടെ ആര് നിന്നോ അവരെല്ലാം യാതൊരു എളുപ്പമില്ലാതെ ഉപേക്ഷിച്ച് പോകാൻ മിടുക്കന്മാരാണ്. പക്ഷേ റഷ്യ അങ്ങനെയല്ല. ഈ യുദ്ധത്തിൻ്റെ സമയത്ത് മുഴുവൻ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഇറാന് വേണ്ട വിവരങ്ങൾ, സൈനിക വിവരങ്ങൾ കൈമാറിയിരുന്നതും ആയുധങ്ങൾ രഹസ്യമായി എത്തിച്ചു കൊടുത്തിരുന്നത് റഷ്യയാണ് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള റഷ്യ കൂടെ നിൽക്കുന്നവരെ കഴിയുന്നതും കൈവിടാതിരിക്കുവാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഒപ്പം റഷ്യ ഉറച്ചു നിൽക്കുകയും ഈ യുദ്ധത്തിൻ്റെ ഒരു പരിണാമം എത്തിച്ചേരുമ്പോൾ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാകുന്ന ഒരു രാജ്യമായി റഷ്യ മാറുവാനും സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം എണ്ണയുടെ ഒരു സമ്പത്ത് അത് റഷ്യയിൽ തന്നെ ആവശ്യത്തിൽ കൂടുതലുണ്ട്. അതിലുമുപരി ഇപ്പോൾ ഉക്രൈനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. ഏതാണ്ട് ഉക്രൈനിൽ പുട്ടിന് എന്തും ചെയ്യാമെന്നുള്ളൊരവസ്ഥയാണ്. സെലിൻസ്കിയുടെ പരിപ്പ് തൽക്കാലം എടുക്കണ്ട എന്ന് പുട്ടിൻ വിചാരിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് സെലിൻസ്കിയുടെ പരിപ്പെടുത്ത് സാമ്പാറും പരിപ്പ് കറിയും വേറെ വേറെ വയ്ക്കാത്തത് എന്നുള്ളത് കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണമാണ്. അതിലൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഏറ്റവും വലിയ വിജയിയായിട്ട് റഷ്യ ഉയർന്നു വന്നേക്കാം. അപ്പോൾ നമ്മൾ ഭാരതീയർ ചോദിക്കുമ്പോൾ അപ്പോൾ ഭാരതത്തിന് ഇതൊന്നും വിഷയമല്ല എന്നുള്ള രീതിയിലാണ് ഭാരതത്തിൻ്റെ നയതന്ത്രം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. വെടിനിർത്തിയോ? ഞങ്ങളുടെ 9 കപ്പലുകൾ ഹോർമൂസിലൂടെ പോയി. വെടിനിർത്തിയില്ലേ? ഒരു 18 റെഡിയായിട്ട് കിടപ്പുണ്ട്. ഇറാനെ ഒന്ന് കടത്തി വിട്ടേക്കണേ എന്നുള്ള തരത്തിലാണ് ഭാരതത്തിൻ്റെ നയതന്ത്രം പോകുന്നത്. പക്ഷേ ദീർഘകാലത്തേക്ക് ഈ മധ്യപൂർവേഷ്യയിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ മാറി മറിയുമ്പോൾ, കാരണം ഇവിടെ ഞാൻ പ്രസ്താവിക്കാത്ത അല്ലെങ്കിൽ സ്പർശിക്കാത്തൊരു വിഭാഗം കിടപ്പുണ്ട്. മറ്റ് ഗൾഫ് രാജ്യങ്ങൾ, സൗദി, UAE, ബഹ്റിൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ. അവരുടെ രാഷ്ട്രീയ ഭാവി എന്താകും? കാരണം അമേരിക്കയുടെ ഒരു സാങ്കേതികമായ പിന്മാറ്റമെങ്കിലും ഗൾഫിലുണ്ടായാൽ ഇറാൻ്റെ ഒരു അപ്രമാദിത്വം അവിടെ നടപ്പിലാകും. അല്ലെങ്കിൽ ഇറാൻ ഒരു സൂപ്പർ പവറായി മധ്യപൂർവ്വ ഏഷ്യയിൽ ഉയർന്നു വരും. അത് സൗദിയും UAEയും പോലുള്ള പരമ്പരാഗത ഇറാൻ എതിരികൾക്ക് അപകടകരമാണ്. അപ്പോൾ അവിടെ നിന്നുള്ള വാണിജ്യത്തെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുവാനോ അല്ലെങ്കിൽ ഏതാണ്ട് പൂർണ്ണമായും തളച്ചിടുവാനോ ഇറാൻ ഒരു സാധ്യത മുന്നിൽ തെളിച്ചു കൊടുത്തിട്ടാണ് അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങിയതുപോലെ മധ്യപൂർവ്വ ഏഷ്യയിൽ നിന്ന് പിൻവാങ്ങുന്നതെങ്കിൽ, കാരണം ട്രംപിന് ആത്യന്തികമായി ഈ മിഡ് ടേമിൽ വലിയ പരിക്കൊന്നും പറ്റില്ല എന്ന് ബോധ്യപ്പെട്ടാൽ അയാൾ എന്ത് വ്യവസ്ഥയ്ക്കും ഒരുപക്ഷെ സമ്മതിച്ചേക്കാം. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ അപകടകരമായൊരു സാധ്യത വീണ്ടും ഭാരതത്തിൻ്റെ മുമ്പിൽ തെളിഞ്ഞു വന്നേക്കാം. അതിനുള്ള പരിഹാരം ആ സമയത്ത് നയതന്ത്രത്തിലൂടെ കാണുക എന്നുള്ളതല്ലാതെ ഭാരതത്തിൻ്റെ മുമ്പിൽ ഇപ്പോൾ തൽക്കാലം മറ്റ് മാർഗ്ഗങ്ങളൊന്നുമില്ല. കാരണം ഭാരതീയരുടെ കാര്യം നോക്കണം. കാരണം 140 കോടി ജനങ്ങൾ, എനിക്കിന്ന് രാവിലെ ഇഡ്ഡലി കഴിക്കാൻ പറ്റിയില്ല, ഗ്യാസ് എവിടെ മോദി എന്ന് ചോദിക്കുവാൻ തയ്യാറായിട്ടിരിക്കുന്ന പലരും കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുവാൻ ഈ 140 കോടി ജനങ്ങളുടെ ഇടയിൽ 10 കോടി പേരുടെ കാര്യം ഞാൻ നരേന്ദ്രമോദി പലപ്പോഴും പറയുന്നത് പോലെ 150 കണക്ക്. 10 കോടി പേരുടെ കാര്യം ഞാൻ മനഃപൂർവ്വം പറയാത്തതാണ്. 140 കോടി പേരുടെ കാര്യം ഭാരതത്തിന് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ഇന്ത്യ ഫസ്റ്റ് എന്നുള്ള നയത്തിൽ വെച്ച്, അല്ലെങ്കിൽ ഭാരതത്തിന് പ്രഥമ സ്ഥാനം എന്നുള്ള നയതന്ത്രത്തിലൂടെ. അതാണ് ഏതാണ്ടൊരവസ്ഥ. അതുകൊണ്ട് ഈ ചരിത്രപരമായിട്ടുള്ളൊരു പശ്ചാത്തലത്തിൽ ഈ ഹുദൈബിയ സന്ധിയുടെ ഒരു തിരിച്ചുള്ള പ്രയോഗം എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അതിനുള്ളൊരു സാധ്യത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആണ് ഇസ്രായേൽ വീണ്ടും ഇതിലെ പ്രധാന കളിക്കാരനായി രംഗത്ത് വരുന്നത്. ഇതെല്ലാം നടക്കുന്ന സമയത്ത് ഹിസ്ബുള്ള, ഹൂത്തികൾ തുടങ്ങിയ അവരുടെ പരമ്പരാഗത എതിരാളികളെ, ഹമാസ് ഇപ്പോൾ ചിത്രത്തിലേ ഇല്ല, ഏതാണ്ട് പൂർണ്ണമായും നാമാവശേഷമാക്കപ്പെട്ടിരിക്കുന്നു. ഇനിയുള്ളത് ഹിസ്ബുള്ളകളും ഹൂത്തികളുമാണ്. അവരുടെ കാര്യത്തിൽ ഏതാണ്ടൊരു തീരുമാനം എത്തിയതിന് ശേഷം ഈ വെടിനിർത്തൽ കാലഘട്ടം പൂർണ്ണമായി ഉപയോഗിച്ച് ആ സമയത്ത് ഇത്തരത്തിൽ കാര്യങ്ങളിൽ ഒരു തീരുമാനം എത്തിയതിന് ശേഷം ഒരു പരിധി കഴിയുമ്പോൾ വെടിനിർത്തൽ ലംഘിച്ചു എന്നങ്ങ് ഇവിടുന്ന് പ്രഖ്യാപിച്ചിട്ട് അടുത്ത ഘട്ടത്തിലേക്കുള്ള ഇറാൻ്റെ നേരെയുള്ള ആക്രമണങ്ങളിലേക്ക് പോവുക എന്നുള്ളതായിരിക്കും ഇസ്രായേലിൻ്റെ ഒരു പദ്ധതി എന്നാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്ന ചിത്രം നമ്മളോട് സൂചിപ്പിക്കുന്നത്. ഇതായിരിക്കും കൃത്യമായിട്ടുള്ള ആക്രമണ തന്ത്രമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതിനാണ് ഏറ്റവും സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഇപ്പോൾ ഒരു അർദ്ധവിരാമത്തിലാണ് നിൽക്കുന്നത്, ഒരു സെമി കോളൻ. ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ ഒരു പൂർണ്ണവിരാമം വന്നിട്ടില്ല.
പൂർണ്ണവിരാമം അടുത്തെങ്ങും വരികയുമില്ല. കാരണം ഇനി അങ്ങോട്ടുള്ളത് നയതന്ത്ര മേശയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നുള്ള യുദ്ധങ്ങളാണ്. ചതുരംഗ കളത്തിലെ കരുക്കൾ നീക്കിയിട്ടുള്ള യുദ്ധങ്ങളാണ്. പക്ഷേ ആ കരുക്കൾ നീക്കി ഏതെങ്കിലും ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ യഥാർത്ഥ യുദ്ധം വീണ്ടും പൊട്ടിപ്പുറപ്പെടുവാനുള്ള സാധ്യതകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. വീണ്ടും ഈ യുദ്ധം ആര് തുടങ്ങിയോ അവർ തന്നെയായിരിക്കും ഒരു പക്ഷേ ഇത് തുടങ്ങുന്നത്. അത് ഇസ്രായേലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഈ കളത്തിലെ പ്രധാന കളിക്കാരൻ, ഈ കളത്തിലെ അടുത്ത നീക്കം അല്ലെങ്കിൽ ഈ യുദ്ധം അവസാനിച്ചോ ഇല്ലയോ എന്നുള്ള ആത്യന്തികമായ തീരുമാനമെടുക്കുവാനുള്ള ചരട് ഇപ്പോഴും നെതന്യാഹുവിൻ്റെ കയ്യിൽ തന്നെയാണ്. ഹുദൈബിയ സന്ധിയുടെ ഒരു മറുപ്രയോഗം, ഇതിൻ്റെ ഒരു ലക്ഷ്യം എടുത്തിട്ടുള്ള ഇസ്ലാമിക ശക്തികളുടെ മേലുള്ള പ്രയോഗം തന്നെയായിരിക്കും ഇസ്രായേൽ ഇപ്പോൾ മനസ്സിലുറപ്പിച്ചിരിക്കുന്നത്. ആ പ്രയോഗം എങ്ങനെയായിരിക്കുമെന്നുള്ളതാണ് ഇനി അറിയേണ്ട കാര്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം സമീപഭാവിയിൽ തന്നെ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അതൊരു ആശാവഹമായ ഉത്തരമായിരിക്കില്ല. കാരണം യുദ്ധമെന്നുള്ളത് ഒരിക്കലും ആശാവഹമായൊരു സംഗതിയല്ല. പക്ഷേ യുദ്ധം അവസാനിച്ചിട്ടില്ല, അതിനൊരു പൂർണ്ണ വിരാമം വീണിട്ടില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നെടുത്ത ഈ ഒരു ചതിയുടെ ചരിത്രം ഇസ്ലാമിക ശക്തികളുടെ മേൽ തിരിച്ച് പ്രയോഗിക്കപ്പെടുകയാണ്. ഏറ്റവും കുറഞ്ഞത് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നെങ്കിലും. റഷ്യയ്ക്ക് ഒരു വിജയസാധ്യത തെളിഞ്ഞു കിടപ്പുണ്ട്. ചൈന ഏത് വ്യവസ്ഥയ്ക്കും അവർക്ക് പ്രയോജനമുണ്ടെങ്കിൽ അംഗീകരിക്കും. ഭാരതം എല്ലാവരെയും ഒരുമിച്ച് ഈ ജഗളേഴ്സ് എന്ന് പറയുമല്ലോ, ഒരു 7-8 പന്തുകളിങ്ങനെ വായുവിലിട്ട് അമ്മാനമാടി കൗതുക വിദ്യകൾ പ്രദർശിപ്പിക്കുന്നൊരു വിദഗ്ധനെ പോലെ ഇവരെ എല്ലാം നയതന്ത്രത്തിലൂടെ അമ്മാനമാടി മുന്നോട്ട് പോവുകയാണ്. പലതരത്തിലുള്ള നയങ്ങളിൽ ഈ ഇത്തരത്തിലുള്ള നയതന്ത്രത്തിൻ്റെ ഒരു രീതികളിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അപ്രോച്ചിലോ ഒക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നേക്കാം. ആ ഒരു ഓൺ ദ റണ്ണിൽ എടുക്കുന്ന ഡിസിഷൻസ് ചിലപ്പോൾ എടുക്കേണ്ടി വന്നിട്ടുണ്ടാകാം. പെട്ടെന്ന് ഒരു ക്ഷിപ്രമായി എടുക്കേണ്ട ഒരു തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു കാലഘട്ടം ഭാരതത്തിൻ്റെ മുമ്പിലേക്ക് വന്നേക്കാം. അതിനുള്ള സാധ്യതകളും തെളിഞ്ഞു വരുന്നുണ്ട്. ഏതായാലും ഹുദൈബിയ സന്ധിയുടെ ഒരു ചതി ഇപ്പോൾ ജൂതന്മാരുടെ കയ്യിൽ കൃത്യമായിട്ട് ഇസ്ലാമിക ശക്തികളുടെ നേരെ പ്രയോഗിക്കുവാൻ ഒരുങ്ങിയിരിപ്പുണ്ട്. അതിൻ്റെ പ്രയോഗം സമീപഭാവിയിൽ തന്നെ നമുക്ക് കാണാം. ആ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ ഈ ഒരു വെടിനിർത്തലിനെ ഒന്ന് വിശകലനം ചെയ്തു എന്ന് മാത്രം. നിങ്ങളുടെ അഭിപ്രായം ഒരല്പം നീണ്ടുപോയി വീഡിയോ എന്നറിയാം, എന്നിരുന്നാലും കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാക്കി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിക്കുക. എന്താണ് നിങ്ങളുടെ ഇത് സംബന്ധിച്ചുള്ളൊരു വിശകലനം? കിം ജോങ് ഉൻ ശരിക്കും ഒരു പ്രധാന കളിക്കാരനാണോ ഈ കളത്തിൽ, അതോ ഒരു കോമാളിയാണോ, ഊതി വീർപ്പിക്കപ്പെട്ട ഒരു കോമാളിയാണോ? അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റുകളിലൂടെ അറിയിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.